ഇമാം ഗസാലി റഹിമഹുല്ലാ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി വെച്ചത്, മക്കൾ നന്നാവണമെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ഹലാല് മാത്രം കഴിപ്പിക്കണം. കുട്ടി ജനിച്ചാൽ ആദ്യം കഴിക്കുന്ന അന്നവും ആഹാരവും പാനീയവുമെല്ലാം ഉമ്മയുടെ മുലപ്പാലാണ്. അപ്പോൾ നീ ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്ന പണം പറ്റിച്ചതാവരുത്, പിടിച്ചു പറിച്ചതാവരുത്, അർഹതയില്ലാത്തതാവരുത്. എല്ലായിടത്തുനിന്നും വാങ്ങേണ്ടതല്ല ഫുഡ്. ഹോം ഡെലിവറി ബോയ് ആണെങ്കിൽ തന്നെയും കൊണ്ടുവരുന്ന ഫുഡ് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അറവ് നടന്നോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യണത് നാളത്തെ തലമുറ നന്നാവാനുള്ള വഴി കൂടിയാണ്. ഹലാലല്ലാത്ത ഫുഡ് നമ്മളെ വയറ്റിലെത്തിയാൽ ആദ്യം വരുന്ന 3 പ്രശ്നങ്ങളുണ്ട്. ആദ്യം അതാ വരിക. ഒന്ന്, ആ ഫുഡ് വയറ്റിലെത്തലോടുകൂടി 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിൻ്റെ ഖുശൂ ക്യാൻസലാവും. സീനിയേഴ്സ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ജൂനിയേഴ്സിനോട് ബില്ലടച്ചോളണം കേട്ടോ, ബില്ലടക്കണം. റാഗിങ്ങിൻ്റെ പുതിയ എപ്പിസോഡ്. 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിൻ്റെ ഖുശൂ അങ്ങ് ക്യാൻസലായി പോകും. ഷഹ്റാൻ ഇമാമിൻ്റെ അൽ മൻഹജുൽ മുത്തഹർ എന്ന കിതാബിൽ വായിക്കാം. അർഹതയില്ലാത്ത ഫുഡ് നമ്മുടെ വയറ്റിലെത്താൻ പാടില്ല. അപ്പോൾ ഉസ്താദുമാരോ തങ്ങന്മാരോ വഅലിനോ മജ്ലിസിനൊക്കെ വന്നാൽ ചില വീടുകൾ ഓൾറെഡി ഫുഡിന് ക്രമീകരിച്ചിട്ടുണ്ടാവും. എല്ലാവരും പാടെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കരുത്, ക്ഷണിച്ചവർ മാത്രം, പൊരുത്തത്തിലുള്ളവർ മാത്രം. അല്ല, ഇതെന്താ 10-25 ആൾക്കാരെ കാണുന്നത്? നിങ്ങളെല്ലാവരെയും ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടോ? ഇവിടെ പിന്നെ അങ്ങനെയാണ് ഉസ്താദ്. ആ ചിരിയിലൊന്നും ഇത് ഹലാലായി കിട്ടൂല. അടുക്കളയിലെ ഉമ്മ ബേജാറിലായിരിക്കും, ആ ഭാര്യ നെഞ്ചിടിപ്പായിരിക്കും. ഇത് എത്ര പേരാ വന്നേക്കണത്? ആകെ 6 പേരുണ്ടാവുന്നില്ലേ പറഞ്ഞത്? നിലവിൽ തന്നെ 21 ആൾ ഫുഡ് കഴിച്ചല്ലോ. ഇനി ലാസ്റ്റ് ദുആ ഉള്ള തങ്ങന്മാരോടൊപ്പം പിന്നെയും വരാനുണ്ട് എന്നാണല്ലോ പറയണത് എന്നുള്ള കൾച്ചർ വൃത്തികേടാണ്. തുറന്നു പറഞ്ഞതുകൊണ്ട് ആരും വിഷമിക്കരുത്. തുറന്നു പറയാനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. ഹലാലല്ല, അത് കഴിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. അതൊരു മുന്തിരിയാണെങ്കിലും ഒരു ബത്തക്ക കഷ്ണമാണെങ്കിലും ഹലാല് മാത്രം കഴിക്കണം, നമുക്ക് അർഹതപ്പെട്ടത് മാത്രം. രണ്ടാമത്തെ പ്രശ്നം, ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ പിന്നെ ഇബാദത്തിന് രസം ഉണ്ടാവില്ല, നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാവില്ല, തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവില്ല. അതാണ് പ്രശ്നം, തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാണെന്ന് കൺഫേം ചെയ്യണം. ഹലാല് മാത്രം ആയിരിക്കണം, ഹലാല് മാത്രമായിരിക്കണം. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ വളരെ വേഗത്തിൽ എഴുന്നേറ്റു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചല്ലോ, അല്ല മോനെ ദിക്റും ദുആ ഒന്നുമില്ലേ, ഇതെന്താ വേഗം പോകുന്നത്? അങ്ങനെ മദീനത്തെ പള്ളിയിൽ എല്ലാവരും എണീറ്റ് പോകുന്ന ശീലം ഉണ്ടെങ്കിൽ റസൂൽ അങ്ങനെ പ്രത്യേകം ചോദിക്കൂലോ? ചോദിക്കോ? ഇല്ല. അനിതര സാധാരണമായി ഒരാൾ എഴുന്നേറ്റ് പോകുമ്പോഴല്ലേ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി തന്നെ ഉള്ളൂ. ചോദ്യം വന്നു. അബൂ ദുജാന റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, എൻ്റെ മക്കളൊക്കെ പട്ടിണിയിലാണ്. അപ്പുറത്തെ വീട്ടിൽ ഈന്തപ്പന മരത്തിലെ ഈത്തപ്പഴം കാറ്റടിച്ചാൽ പഴുത്ത ഈത്തപ്പഴമൊക്കെ എൻ്റെ പറമ്പിൽ വന്ന് വീഴും. മക്കൾ രാവിലെ തന്നെ വിശന്നൊട്ടിയ വയറുമായിട്ടാണല്ലോ നേരം വെളുക്കുന്നത്, നേരം വെളുപ്പിക്കുന്നത്. അതെടുത്ത് കഴിച്ചാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അതൊക്കെ എടുത്ത് പൊറുക്കി അപ്പുറത്തേക്ക് എറിയാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പോകുന്നതെന്ന് മക്കൾ സ്വാലിഹീങ്ങളാവണമെന്ന് അജണ്ടയുള്ള ഉപ്പയായ സയ്യിദുന അബൂ ദുജാന റളിയല്ലാഹു അൻഹു. ഇതാണ് ഉപ്പാൻ്റെ ഡ്യൂട്ടി, ഇതാണ് ഉമ്മാൻ്റെ ഡ്യൂട്ടി. പഴയ കാലത്ത് ഉപ്പമാർ അഥവാ അവരുടെ ഭർത്താക്കന്മാർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വസീയത്ത് ചെയ്യുമെന്ന് കിതാബിൽ വായിക്കാൻ പറ്റും. എന്ത്? നിങ്ങളുടെ ഡ്യൂട്ടിക്കല്ലേ പോണത്, വൈകുന്നേരം വെറും കൈയോടെ വന്നിട്ട് നമ്മൾ പട്ടിണിയായാലും ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് തിന്നാൻ തരണ്ടേന്ന് വിചാരിച്ചിട്ട് എവിടെന്നെങ്കിലും ഹറാമായ ഫുഡൊന്നും കൊണ്ടുവന്ന് നമ്മളെ ഹറാമും തീയും തീറ്റിച്ചേക്കല്ലേ എന്ന് അന്നത്തെ ഭാര്യമാർ നൽകുന്ന വസീയത്തായി മുഖ്തസർ ശുഅബുൽ ഈമാനിൽ കാണാം. കണ്ടോ? കിതാബുകളിൽ കാണാം. ലോണാണെങ്കിൽ ലോണ്, ഒരു വണ്ടി എടുക്കുക മനുഷ്യാന്നല്ല, അങ്ങനല്ല. തെറ്റിന് ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല,
തെറ്റു ചെയ്യരുതെന്ന് നിർബന്ധം പിടിക്കുന്നവരാണ് ഭാര്യമാർ. അതുകൊണ്ടാ ദീനീ ബോധമുള്ളവരെ തന്നെ കെട്ടിയിട്ട് വിജയിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തത്. അപ്പൊ ബുഖാരി ഇമാമിന്റെ വാപ്പ സ്വാലിഹായ ഒരു വാപ്പയാവുമ്പോൾ അതിന്റെ ബർക്കത്ത് മക്കളിൽ ഉണ്ടാകുന്നു. ആ ബുഖാരി ഇമാമിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ബുഖാരി ഇമാമിനെ കുറിച്ച് കിതാബ് പറയുകയാണ്. ഖാലൽ ഹുസൈൻ ഇബ്നു മുഹമ്മദ് സമർഖന്ദി, ഹുസൈൻ ഇബ്നു മുഹമ്മദ് സമർഖന്ദി റഹിമഹുല്ലാ പറയുകയാണ്, കാന മുഹമ്മദ് ഇബ്നു ഇസ്മാഈലുൽ ബുഖാരി, ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു മഖ്സൂസൻ ബിസലാസി ഖിസാലിൻ. മഹാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് എന്താ അറിയോ? ബുഖാരി ഇമാമിന് പലർക്കും ഇല്ലാത്ത 3 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. മഅമാ കാന ഫീഹി മിനൽ ഖിസ്വാലിൽ മഹ്മൂദ, അതിനർത്ഥം ബുഖാരി ഇമാമിന് ഈ 3 പ്രത്യേകതയെ ഉള്ളൂ എന്നല്ല, മറിച്ച് ബുഖാരി ഇമാമിന്റെ എല്ലാ കാര്യങ്ങളും വളരെ മഹത്വമുള്ളതും ശ്രേഷ്ഠത ഉള്ളതും തന്നെയാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റീസ് ആയിട്ട് 3 കാര്യങ്ങൾ ഉണ്ട്. ബുഖാരി ഇമാമിന്റെ എല്ലാം വളരെ മഹത്വമുള്ളതാണ്. ബുഖാരി ഇമാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ പിൽക്കാലക്കാരായ എല്ലാ ഹദീസ് പണ്ഡിതന്മാരും കിതാബുകൾ എഴുതിയത് അല്ലേ? ആ ബുഖാരി ഇമാമിന് എടുത്തു പറയേണ്ട 3 പ്രത്യേകതകൾ കാണാം. മഹാന്റെ 3 പ്രത്യേകത പറയുന്നതിന് മുമ്പ് മഹാന്റെ ജീവിതത്തെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ മഹാന്റെ ജീവിതം വളരെ സൂക്ഷ്മതയുള്ള ജീവിതമായിരുന്നു. വളരെ സൂക്ഷ്മതയുള്ള ജീവിതം. അവസാന കാലമാകുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് സൂക്ഷ്മതയായിരിക്കും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല, അതാകും 1 രൂപ അല്ലേ, എല്ലാം മോനെ ആകെ 2 രൂപക്ക് എന്താ പ്രശ്നം, അതൊന്നും കുഴപ്പമില്ല. സൂക്ഷ്മത എന്നാണോ നഷ്ടപ്പെടുന്നത് അന്ന് നമുക്ക് തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവില്ല, ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അഹ്മസ് ബിൻ ഹസൻ തൈമി റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മഹാന്റെ ഒരു ദിർഹം താഴെ വീണു. കുറേ നേരം പരിധി കാണുന്നില്ല. അവസാനത ഒരു ദിർഹം അവിടെ വഴിയിൽ എടുക്കാൻ വേണ്ടി മഹാൻ അവർകളൊന്ന് കുനിഞ്ഞപ്പോൾ മഹാൻ ചിന്തിക്കുക, ഇതൊരു പൊതുവഴിയല്ലേ, അതെ ഇത് എന്റേതാവാനാണ് കൂടുതൽ സാധ്യത. ശരി, ഇതെന്റേതല്ലാതാവാനും ഒരു ചെറിയ പോസിബിലിറ്റി ഇല്ലേ? ഉണ്ട്. ഇത് എടുത്തില്ല എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. യെസ്, ഇത് എടുത്തിട്ട് വേറെ ആരുടെ ഏതെങ്കിലും ആണെങ്കിൽ പ്രശ്നമാവുമല്ലോ. അതെ, അപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിവർന്നു നിന്ന് നടന്നത്ര. കണ്ടോ സൂക്ഷ്മത ഉണ്ടോ? നമ്മൾ പള്ളിയിൽ വന്നപ്പോ ചെരുപ്പ് ധരിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് വന്നത്. പുതിയ ചെരുപ്പാ അല്ലെങ്കിൽ പഴയ ചെരുപ്പ്, വാട്ടവർ എന്തെങ്കിലും ആവട്ടെ, ചെരുപ്പ്. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ചെരുപ്പ് കാണുന്നില്ല. അവസാനത്തെ ആളും പോകുന്നത് വരെ കാത്തിരുന്നു, വേറൊരു ചെരുപ്പുണ്ട് എന്നതുകൊണ്ട്. അപ്പൊ അയാളുടെ ചെരുപ്പിട്ട് പോയി. നമ്മുടെ സെയിം മോഡൽ വേറൊരു ചെരുപ്പ് അവിടെ കിടപ്പുണ്ട്. നമ്മുടെ ചെരുപ്പ് പുതിയതും ഇപ്പോൾ ഉള്ളത് പഴയതുമാണ്. ഏതായാലും അയാൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. എന്നിട്ട് ഈ ചെരുപ്പ് എടുക്കൽ ഇസ്ലാമിൽ പറ്റുമോ? പറ്റില്ല. അവസാന കാലത്ത് ആദ്യം നഷ്ടപ്പെടുന്നത് ഈ ഉമ്മത്തിൽ നിന്നത് അൽ വറഉ, സൂക്ഷ്മതയായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നോക്കിയാൽ നടക്കുമെന്ന്, അതൊന്നും പ്രശ്നമില്ല. അവസാന കാലത്ത് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സൂക്ഷ്മത. കണ്ടോ? അതൊക്കെ ഒരു ചെറിയ സാമ്പത്തിക ഇടപാടല്ലേ, അതിനാണോ ജനറൽ ബോഡിയിൽ കുഴപ്പാക്കുന്നത്? പിന്നെ ഏതിനാ നമ്മൾ കുഴപ്പമാക്കേണ്ടത്? സൂക്ഷ്മത വേണ്ടേ? ഹസ്സാൻ ബിൻ സുഫിയാൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. എല്ലാ ദിവസവും സുന്നത്തോമ്പ് എടുക്കുന്ന മഹാനാ. രാത്രികാലം മുഴുവൻ ടൈം നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കുന്ന മഹാനാ. ആ മഹാൻ വഫാത്തായപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചല്ലോ, എന്താ അവസ്ഥ?
നരകത്തിലൊന്നും പിടിച്ചിട്ടിട്ടില്ല, പക്ഷേ എനിക്ക് സ്വർഗം തരാതെ ഒരു സ്ഥലത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തേന്ന് ചോദിച്ചു. ഞാൻ ഒരാളോട് ഒരു സൂചി കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന്. കണ്ടോ? ബുഖാരി ഇമാമിന്റെ ജീവിതം വായിക്കുമ്പോൾ അടിമുടി സൂക്ഷ്മതയുടെ അധ്യായങ്ങൾ സൃഷ്ടിച്ച മഹാനാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. മഹാൻ ഒരു കപ്പൽ യാത്ര ചെയ്യുക. ആ കപ്പൽ യാത്രയിൽ മോശം ചിന്താഗതിയുമായി നടന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ബുഖാരി ഇമാമിന്റെ അടുത്ത് വന്നിട്ട് ഖിദ്മത്തൊക്കെ എടുക്കുന്നത് അഭിനയിക്കുകയാണ് അയാള്. ഹുസൈൻ എന്തേലും ചെയ്തു തരണം, അങ്ങനെ ഉണ്ടാവും. ചില ആള് ഖാദിമായി അഭിനയിച്ച് നഫ്സിയ കോംപ്ലക്സ് നേടിയെടുക്കുന്നവരുണ്ടാവും. സ്വന്തം എന്തൊക്കെയോ നേടിയെടുക്കും. ഉസ്താദിനെ കൊണ്ട് സ്വന്തം നേടിയെടുക്കുന്ന ഖാദിമീങ്ങൾ ഉണ്ടാകും. ഉഖ്റവിയായ ഒരു കാര്യം ദുന്യവിയായ കാര്യത്തിന് വേണ്ടി ചെയ്താൽ അയാളുടെ ഹൃദയം പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ഷെഹ്റാൻ ഇമാമിന്റെ തംബീഹുൽ മുഖ്തരീനിൽ കാണാം. പള്ളി കമ്മിറ്റിയിൽ പ്രവർത്തിക്കേണ്ടത്, ദീനീ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടത് ദുന്യവിയായ താല്പര്യത്തിൽ അല്ല. ദുന്യവിയായ താല്പര്യമാകുമ്പോഴാണ് ഞാൻ തന്നെ സെക്രട്ടറി ആവണം, ഞാൻ തന്നെ പ്രസിഡന്റ് ആവണം, എന്നെ തന്നെ എല്ലാവരും സെലക്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കണം. അല്ലെങ്കിൽ ശരിക്കും ഞാൻ ആവല്ലേ എന്നല്ലേ വിചാരിക്കേണ്ടത്. കാരണം ഇത് ആഖിറത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ എൻ്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ എന്ത് മറുപടി പറയും എന്ന പേടിയല്ലേ ഉണ്ടാവേണ്ടത്. അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത്. ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു കപ്പലിൽ യാത്ര ആരംഭിച്ചു. ആ കപ്പൽ യാത്രക്കാരിൽ വളരെ മോശം ചിന്താഗതിയുമായി നടക്കുന്ന, കാര്യലാഭം എന്തൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സജീവമാവുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അയാൾക്ക് മനസ്സിലായി ബുഖാരി ഇമാമിന്റെ ബാഗിൽ 1000 ദിർഹമുണ്ട് എന്ന് മനസ്സിലായി. ബുഖാരി ഇമാമിന്റെ ബാഗിൽ 1000 ദിർഹമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അയാൾ മെല്ലെ ബുഖാരി ഇമാമിന് ഖിദ്മത്ത് എടുക്കണ പോലെ സർവന്റായിട്ട് അഭിനയിച്ചു. എല്ലാവരും, യാത്രക്കാര് മുഴുവനും ഉറങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ഇയാളും ഉറക്കം അഭിനയിച്ചു. കുറഞ്ഞ സമയം കഴിഞ്ഞ് ഇയാൾ എഴുന്നേറ്റിട്ട് അട്ടഹസിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് 1000 ദിർഹമുണ്ടായിരുന്നു, അത് കാണാനില്ല. ബുഖാരി ഇമാമിന് ഇയാളുടെ ഈ വൃത്തികെട്ട ആലോചനയുടെ അജണ്ട മനസ്സിലായി. ഉടനെ ബുഖാരി ഇമാം തന്റെ ബാഗിൽ നിന്ന് 1000 ദിർഹം കടലിലേക്ക് എറിഞ്ഞു. സഹയാത്രികളെ എല്ലാവരും ഇയാളോട് ചോദിച്ചു, എന്താ പ്രശ്നം? എന്റെ കയ്യിൽ 1000 ദിർഹം ഉണ്ടായിരുന്നു, അത് കാണാനില്ല. എല്ലാവരുടെയും ലഗേജും ഹാൻഡ് ബാഗും പരുതി ഒരു സ്ഥലത്തുമില്ല. അയാളോട് യാത്രക്കാർ മുഴുവൻ ചൂടായിട്ട് പറഞ്ഞു, വെറുതെ ഓരോ തോന്നല്. അഥവാ നിന്റെ സ്വർണം അല്ലെങ്കിൽ നിന്റെ വെള്ളി ആരെങ്കിലും എടുത്തിനെങ്കിൽ ഇതിൽ ഉണ്ടാവൂലേ? ഒറ്റ സ്ഥലത്തില്ലല്ലോ, വെറുതെ നമ്മുടെ ഉറക്കം കെടുത്താന്. യാത്ര കഴിഞ്ഞ് കപ്പൽ നങ്കൂരമിട്ട് കരയിലെത്തി ബുഖാരി ഇമാം തിരിച്ചു പോരുമ്പോൾ ഇയാൾ ഓടിപ്പോയിട്ട് വേറെ ആരും ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ചോദിച്ചു, നിങ്ങളുടെ ബാഗിൽ 1000 ദിർഹം ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. അതെവിടെ പോയി? അത് നീ അട്ടഹസിച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഞാൻ മോഷ്ടിച്ചതാണ് എന്ന് നാട്ടുകാരുടെ മുന്നിൽ നീ സമർത്ഥിച്ചിട്ട് ആ ദിർഹം നീ എടുക്കാൻ വേണ്ടിയാണ്. നീ എടുക്കലോ എടുക്കാതിരിക്കലോ അല്ല, ആ സമയത്ത് തന്നെ ഞാൻ കടലിലേക്ക് എറിഞ്ഞു. കടലിലേക്ക് എറിയാനോ? 1000 ദിർഹം കടലിലേക്ക് എറിയാനോ? അതെ. അതെന്തേ? അന അദ്ഹബ്തു ഉംരി വമാലി ഫീ ത്വലബിൽ ഹദീസ്. ഞാൻ എൻ്റെ ജീവിതവും സമ്പത്തും മുഴുവനും ചെലവഴിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. 1000 ദിർഹമിന് വേണ്ടിയിട്ട് എന്നെ എങ്ങാനും ഇവിടുത്തെ മോമിനീങ്ങൾ കള്ളനെന്ന പേരെങ്ങാനും വിളിച്ചാൽ പിന്നെ ഞാൻ നാവ് കൊണ്ട് പറയുന്ന ഹദീസ് റസൂലുള്ളാഹ്ക്കല്ലേ ബാധിക്കല്? അതെനിക്ക് സംഭവിക്കുന്നത് ആലോചിക്കാൻ തന്നെ പറ്റൂല. 1000 ദിർഹം പോയാലെന്ത്? എൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മത നഷ്ടപ്പെട്ടാൽ ഹദീസിന് ബാധിക്കുന്നത് കൊണ്ട് ഞാൻ 1000 ദിർഹം ഒഴിവാക്കിയതാണ്. കണ്ടോ മുഅ്മിനീങ്ങളെ, കണ്ടോ അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മത. ഈ ബുഖാരി ഇമാമിനെ നമ്മൾ വായിക്കണം. എന്താണ് മഹാന്റെ 3 പ്രത്യേകതകളെന്ന് മഹാന്മാര് പിൽക്കാലത്ത് എഴുതി വെച്ചത് വായിക്കുമ്പോൾ
നമുക്കും ഒരു ബുഖാരി ഇമാമിനെ പിൻപറ്റിയ അനുയായി എന്ന പേരെങ്കിലും നമുക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെടും. ഇതിനാണ് ഔലിയാക്കളുടെ സവിധത്തിൽ ഉറൂസിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടേണ്ടത്. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് വിഷയത്തിൻ്റെ കാമ്പിലേക്ക് കടക്കാം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽഹബീബിൽ അറബി അൻത തത്ലു ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ أنت منجينا غدا من شفاعتك الصفا سيدي خير النبي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الشفاعة هب لنا وأهلنا الله يا الصلاة على النبي والسلام على الرسول ബുഖാരി ഇമാമിനെ കുറിച്ച് പറയാ. കാന മുഹമ്മദ് ബിൻ ഇസ്മാഈലുൽ ബുഖാരി റഹിമഹുല്ലാഹ് മഖ്സൂസൻ ബിസലാസി ഖിസാലിൻ മഅ മാ കാന ഫീഹി മിനൽ ഖിസാലിൽ മഹ്മൂദ. മഹാന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിലും എടുത്തു പറയേണ്ട 3 കാര്യങ്ങൾ ഉണ്ടെന്ന് ഹുസൈൻ ഇബ്നു മുഹമ്മദ് അസ്സമർഖന്ദി റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ബുഖാരി ഇമാമിൽ നിന്ന് എടുത്തു പറയേണ്ട 3 കാര്യങ്ങൾ? ഏതാണ് ആ 3 കാര്യങ്ങൾ? 1, കാന ഖലീലുൽ കലാം, സംസാരം വളരെ കുറവാണ്. ബുഖാരി ഇമാം റഹിമഹുള്ളയുടെ 3 പ്രത്യേകതകൾ ഇവിടുന്ന് നമ്മൾ കേട്ടു പോകുമ്പോഴേക്ക് ആ 3-ൽ ബുഖാരി ഇമാമിനോളം വളരാനോ അടുത്തെത്താനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ 3-ലെയും എലമെന്റ്സുകൾ, അതിൻ്റെ ഓരോ അംശങ്ങൾ നമ്മളിൽ ഉണ്ടാവാനാണ് ഈ വഅലിൽ നമ്മൾ വന്നത്. അല്ലാതെ വഅൽ അടിപൊളി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ മൂപ്പരെ പലപ്പോഴും ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ട്. എന്ന കമൻ്റ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ദീനിലേതായാലും ഉപകാരമില്ല, ദുന്യാവിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഉപകാരമില്ല. ഉപകാരം വേണമെങ്കിൽ ബുഖാരി ഇമാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ആ 3 പ്രത്യേകതകൾ നമ്മളിലേക്ക് കൂടി ആഡാവണം. 1, കാന ഖലീലുൽ കലാം, സംസാരം വളരെ കുറവാണ്. ബുഖാരി ഇമാമ് വളരെ സംസാരം കുറവുള്ള ആളാ. ബുഖാരി ഇമാമ് റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത ഹറാം. ഗീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല. എന്തൊരു സർട്ടിഫിക്കറ്റാ പറയും നോക്കി നിങ്ങള്. നമുക്ക് ഈ റമദാൻ കഴിഞ്ഞത് മുതൽ പറയാൻ പറ്റുമോ? അതല്ല എടുക്കട്ടെ, ഇക്കഴിഞ്ഞ ഒരാഴ്ച ബുഖാരി ഇമാം സ്വന്തം അറ്റസ്റ്റ്മെന്റ് ചെയ്യുന്ന കോലം നോക്കിയേ. ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ ആഖിറത്തിൽ ഞാൻ ഹിസാബ് നേരിടേണ്ടി വരൂലെന്നാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇബ്നു അല്ലാൻ തങ്ങൾ എഴുതി വെക്കുന്നത് കാണാം. എന്തൊരു വർത്തമാനം നോക്കിയേ. എന്താ കാരണം? കാന ഖലീലുൽ കലാം, സംസാരം വളരെ കുറവാണ്. നാവ് എന്നുള്ളത് അള്ളാഹു തന്ന വലിയ നിഅമത്താണ്. അവയവം വളരെ ചെറുതാണെങ്കിലും അതിനെ കൊണ്ട് ഉണ്ടാവുന്ന ഉപകാരവും വലുതാണ്, അപകടവും വലുതാണ്. ത്വാഅതുഹു, അതുകൊണ്ടുള്ള ത്വാഅത്തും വലുതാണ്,
വഇസ്യാനുഹു, അതുകൊണ്ടുള്ള തെറ്റും വലുതാണ്. ഗസാലി ഇമാം ഇഹ്യയിൽ എഴുതി വെക്കുന്നുണ്ട്. അത് നാവ് എന്ന് പറയുന്നത് വല്ലാത്ത നിഅമത്താ. നാവ് അള്ളാഹു നമുക്ക് തന്നത് നാവ് കൊണ്ട് സ്വർഗത്തിൽ പോകാനാ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് നമ്മൾ സ്വർഗത്തിലാവോ നരകത്തിലാവോ എന്ന് നമ്മൾ തന്നെ ആലോചിക്കണം. അത് വേറെ ആരോടും ചോദിക്കേണ്ടതല്ല. ഈമാൻ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിൽ ഉറപ്പിച്ച കാര്യം ഷഹാദത്ത് പറയുന്നത് നാവ് കൊണ്ടാ. ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പലപ്പോഴും കാര്യങ്ങൾ ഉണ്ടാവുന്നത്, മുർത്തദ്ദാവുന്നത് നാവ് കൊണ്ടാണ്. നാവ് വല്ലാത്തൊരു കാര്യമാണ്. അധിക പേരും നരകത്തിലെത്തുന്നത് നാവ് കൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. എൻ്റെ നാവ് എനിക്ക് എതിരാവോ അനുകൂലാവോ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായക്ക് സീല് വെക്കുന്ന പരലോകത്തെ രംഗം എന്ന് പറയണത്, ആഖിറത്തിൽ മനുഷ്യന്മാരെത്തുമ്പം തന്നെ വായക്ക് സീലൊന്നും വെക്കൂല. നാവ് കൊണ്ട് കളവ് പറയാൻ ശ്രമിക്കുമ്പോഴാണ് നാവിന് സീല് വെക്കുക. വതുകല്ലിമുനാ ഐദീഹിം, അപ്പോൾ നാവിന്റെ ഡ്യൂട്ടി കൈകൾ ഏറ്റെടുത്ത്, വതശ്ഹദു അർജുലുഹും, കരങ്ങൾ സംസാരിക്കുമ്പോൾ കാല് സാക്ഷി നിൽക്കും. ആദ്യമായി സാക്ഷി നിന്ന് വർത്തമാനം പറയുന്നത് വലതുഭാഗത്തുള്ള തുടയായിരിക്കും. നമ്മുടെ നാവ് നമ്മളെ കുറിച്ച് എന്തു പറയും? സൂറത്തു നൂറിന്റെ ആയത്തിലെ വ്യാഖ്യാനങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയേ മതിയാവൂ. നമ്മുടെ നാവ് എന്ത് പറയും നമ്മളെ കുറിച്ച്? നല്ലത് മിണ്ടണില്ലെങ്കിൽ മിണ്ടാതിരിക്കലാണ് നല്ലതെന്നാണ് ഇസ്ലാമിന്റെ പഠനം. എങ്ങനെ? നല്ലത് മിണ്ടുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കലാണ് നമുക്ക് നല്ലത്. മൻ സ്വമത നജാ, ഐ മൻ സ്വമത അനിൽ ഖൈരി നജാ. നല്ലതല്ലേ നമ്മുടെ വായ്നാവിൽ നിന്ന് വരുന്നത് എങ്കിൽ മിണ്ടാതിരിക്കുക. മിണ്ടിയത് കൊണ്ട് ഖേദിക്കുമെന്നല്ലാതെ മിണ്ടാതിരുന്നത് കൊണ്ട് ഖേദിക്കേണ്ടി വരില്ല. മൻ സ്വമത നജാ, മൻ സ്വമത നജാ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാളുടെ ഈമാനായിട്ടുണ്ടെങ്കിൽ ആധാറിലോ റേഷനിലോ ഉള്ള രേഖയിലല്ല, ഒരാളുടെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, മിണ്ടുന്നതെല്ലാം നല്ലതാവണം. അഥവാ നല്ലത് മിണ്ടണില്ലെങ്കിൽ ഔലിയസ്മുത്, മിണ്ടാതിരിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 11 കൊല്ലക്കാലം വായിൽ കല്ല് വെച്ച് നടന്ന ആളാ. 11 കൊല്ലം 11 കൊല്ലം 11 കൊല്ലം. വഖദാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു വായിൽ കല്ല് വെച്ച് നടന്ന ആളാ. കണ്ടോ? വർഷങ്ങളോളം വായിൽ കല്ല് വെച്ച് നടന്നത് എന്തിന്? അനാവശ്യം ഒരു വാക്ക് മിണ്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട്. അവരു തന്നെ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ അൽ മുസ്ലിമു മൻ സലിമൻ നാസു ബിൽ ലിസാനിഹി വയദി, നാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പുതിയ കാല ടൈപ്പിംഗ് സംവിധാനമാണ് കൈ. നമ്മുടെ കൈ ഒരാളെയും ഉപദ്രവിക്കുന്ന കരങ്ങളാവാൻ പാടില്ല. നമ്മുടെ നാവ് ഒരാളെയും ഉപദ്രവിക്കുന്ന വോയിസിന്റെ ഉടമയാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ നല്ല മുസ്ലിമല്ല. ആരും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കുന്ന ഒരു ലോകം നമ്മളെല്ലാവർക്കും കൂടി സൃഷ്ടിക്കണം. എന്ന് പറഞ്ഞാൽ ഒരാളും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ല. ചൂടാവരുത്, ദേഷ്യം പിടിക്കരുത്, നമ്മൾ വെറുക്കരുത്, ഒരാളും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടരുത്. എന്നാലേ നമ്മൾ നല്ല മോമിനാവുള്ളൂ. അപ്പോൾ ഒരാൾ ഗുഡ്സ് ഓട്ടോറിക്ഷയിലോ വേറെ ഏതെങ്കിലും വണ്ടിയിലോ വീട്ടിലേക്കോ ഷോപ്പിലേക്കോ ആ കമ്പി കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ പലക കൊണ്ടുപോകുന്നുണ്ട്. ബേക്കിലൂടെ പോകുന്ന മുഴുവൻ ബൈക്ക് യാത്രക്കാർക്കും കണ്ണിൽ കുത്തുമോ എന്ന ആശങ്ക ഉണ്ടെങ്കിൽ മുമ്പിലുള്ള ഡ്രൈവർ എങ്ങനെയാ? നല്ല മനുഷ്യനാവുക. കാരണം പലർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ബുള്ളറ്റിന്റെ പലതും അഴിച്ചു മാറ്റിയിട്ട് ഘടഘടാ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ റോഡ് സൈഡിലൂടെ ഒക്കെ പോകുന്ന പ്രായമുള്ള മനുഷ്യന്മാരുടെ ചെവി അടപ്പിക്കുന്ന സൗണ്ടുമായിട്ട് പോകുന്ന ഏതൊരാളും നല്ല മനുഷ്യനാവാൻ ഇനിയും കുറച്ചും കൂടി സമയമെടുക്കും. കണ്ടോ? അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഷവായി കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്യുക. ഗ്രില്ലൊക്കെ ഉണ്ടല്ലോ, ചുടാനുള്ള സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ. അപ്പുറത്തെ വീട്ടിലെ ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ 4 മാസം 3 മാസം ഗർഭിണിയാ. ഈ സ്മെല്ലടിച്ചിട്ട് പൂതിയുണ്ട്. ഗർഭിണികൾക്ക് 2ലും 3-ാം മാസത്തിലൊക്കെ പൂതി കൂടും, ആഗ്രഹം കൂടും.
മണം അടിച്ചാൽ പ്രത്യേകിച്ചും ഉണ്ടാവും. അവർക്കത് വാങ്ങാനുള്ള വകയില്ലെങ്കിൽ നമ്മളെങ്ങനെയാ നല്ല മനുഷ്യനാവുക? ഈ സ്മെല്ല് അവർക്ക് എത്തിച്ചിട്ട് അവരെ വേദനിപ്പിച്ചില്ലേ? അപ്പൊ 8ാമത്തെ നിലയിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾ, അയാൾ റാസൽ ഖൈമയിലോ അബൂദാബിയിലോ ആയിരിക്കും. അയാളിങ്ങനെ കുട്ടികളൊന്നിച്ച് കളിച്ച് ചിരിച്ച് ടോയ്സ് കൊണ്ട് കളിക്കുന്നതും ഫുട്ബോൾ തട്ടുന്നതും ഉള്ളിൽ നിന്ന് ഓടിക്കുന്ന സൈക്കിളിന്റെ ശബ്ദവും ബാറ്ററി ഇട്ടിട്ട് ഓടിക്കുന്ന കാറിന്റെ ശബ്ദമൊക്കെ 7ാം നിലയിലും 6ാം നിലയിലൊക്കെ താമസിക്കുന്ന മനുഷ്യന്മാരുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ കൗണ്ടർ മാത്രം പോരാ നല്ല മോമിനാവാൻ. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദി, അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദി. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവരും, മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും നമ്മളിൽ നിന്ന് ഒരു ഉപദ്രവവും അനുഭവിക്കേണ്ട ഒരു ഘട്ടം വരാൻ പാടില്ല. വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ. അല്ലാഹ് തന്നെ സത്യം, തീർച്ചയായിട്ടും ഒരാൾ മുഅ്മിനല്ല. ആവർത്തിച്ച് അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഇത് ആരെയാണ് പറയുന്നത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരം എന്താണെന്നറിയോ? അയൽവാസി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ മുഅ്മിനല്ല. എപ്പോഴാണോ അയൽവാസിക്ക് നമ്മളെ ഒരു പേടിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്, അപ്പോഴേ ഒരാൾ മുസ്ലിമാവുള്ളൂ, നല്ല മുഅ്മിനാവുള്ളൂ. നിസ്കാരത്തായം കൊണ്ട് നല്ല മുഅ്മിനാവൂ? കയ്യിലെ കൗണ്ടർ കൊണ്ട് നല്ല മുഅ്മിനാവൂ? അല്ലെങ്കിൽ റൂമിൽ മുഴുവനും എന്തെങ്കിലും മഖാമുകളുടെ ഏതെങ്കിലും അറബി ടെക്സ്റ്റുകൾ ഫ്രെയിം ചെയ്തു വെച്ചാൽ നല്ല മുഅ്മിനാവോ? ഇല്ല. നല്ല മുഅ്മിനാവണമെങ്കിൽ അയൽവാസിക്ക് നമ്മളെ പേടിയില്ലാതിരിക്കണം. അയൽവാസിയൊക്കെ അവിടെ എടുക്കട്ടെ. MDM ഉപയോഗിക്കുന്ന ചങ്ങായിന്റെ ഉമ്മാക്കും ഭാര്യക്കും പേടിയായിരിക്കും, അയൽവാസി എടുക്കട്ടെ. അയൽവാസി നമുക്ക് കുറച്ചതിൻ്റെ കൈകാര്യം ചെയ്യാം. കാരണം ഇത് ഉപയോഗിച്ചിട്ട് കുത്തിക്കൊന്നു എന്ന ന്യൂസ് നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ചെറുപ്പക്കാരുടെ ഭാര്യമാരുടെ ഹൃദയം ഇടിക്കൂലേ? ഇവൻ എങ്ങനെയാ മോമിനാവുക? ഉറൂസ് കമ്മിറ്റിക്ക് സജീവമായ മോമിനാവും ആവൂ? നമ്മളെ കൊണ്ടൊരു മനുഷ്യൻ, അത് ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏത് കമന്റിലാണെങ്കിലും നമ്മളെ കൊണ്ടൊരു മനുഷ്യൻ ബുദ്ധിമുട്ടരുത്. ഒരു മനുഷ്യൻ, അത് മതം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട അജണ്ട. പൂച്ചനെ കെട്ടിയിട്ട് പെണ്ണ് നരകത്തിലെത്തിയത് നിസ്കരിക്കാത്തോണ്ടല്ല. നിസ്കാരമൊക്കെ ഉണ്ട് ആ പെണ്ണ് മുസ്ലിമത്താന്നല്ലേ നബവി ഇമാമ് ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചത്. പെണ്ണിന് ഇബാദത്തിന്റെ കുറവൊന്നും ഉണ്ടായില്ല. പക്ഷെ പൂച്ചനെ കെട്ടിയിട്ടു. പൂച്ചനെ കെട്ടിയിടാൻ പാടില്ല എന്നൊന്നും മതത്തിൽ നിയമമില്ല. കെട്ടിയിടുന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കണം, ഫുഡ് കൊടുക്കുന്നില്ലെങ്കിൽ കെട്ടഴിക്കണം. ഇങ്ങനെ ചില ആളുണ്ട്, കയറില്ലാതെ ഭാര്യനെ കെട്ടിയിട്ടിട്ട്, അഥവാ പെണ്ണ് കെട്ടിയിട്ട് ചെലവിന് കൊടുക്കാത്തവൻ. പൂച്ചനെ കെട്ടിയിട്ടവൻ്റെ തന്നെ ഗതികേടാണ് നമ്മൾ വായിച്ചത്. ചെലവിന് കൊടുക്കാണ്ട് ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലത്ത് സജീവാകുന്ന ചില മനുഷ്യന്മാരുണ്ട്. അമ്മൽ മുഅയിലു ഫലാ യജൂസു ഖുഉദുഹു അൻ മക്സബിൽ ഇയാലിഹി മുതവക്കില. ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാണ്ട് അജ്മീർ, നാഗൂർ, മുത്തുപ്പെട്ട ഉറൂസ് പരിപാടിക്കൊക്കെ സജീവം. അയാളെ ഒന്നും വെറുതെ വിടാൻ പോണില്ല. രക്ഷപ്പെടില്ല. അതുകൊണ്ടാ സൂഫിയാക്കളുടെ സ്വഭാവത്തെ കുറിച്ച് ഷെഹറാനി ഇമാം വിശദീകരിക്കുന്ന ഒരു കിതാബ് ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബ്. ആ കിതാബിൽ കാണാം, ആരെങ്കിലും സൂഫിയാക്കളായ മഹാന്മാർക്ക് ഹദിയ കൊടുത്തയച്ചാൽ അല്ലെങ്കിൽ പണം കൊണ്ടു കൊടുത്താൽ അവരാദ്യം ചെക്ക് ചെയ്യൽ എന്താണെന്നറിയാം? ഈ കൊണ്ടുവന്ന ആളുടെ വീട്ടിൽ ഇയാൾ ചെലവിന് കൊടുക്കാനുള്ള ആള്, ഇയാളുടെ ചെലവിൽ കഴിയുന്ന ആള് വല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, എന്നിട്ട് അവർക്ക് കൊടുക്കാണ്ടാണോ എനിക്ക് തരുന്നത് എങ്കിൽ അത് തിരിച്ചു കൊടുക്കും. നീ ആദ്യം വാജിബ് ചെയ്യും, എന്നിട്ട് മതി സുന്നത്ത് എന്ന്. അങ്ങനെ ഉണ്ടല്ലോ ചില. ഉദാഹരണത്തിന് നമ്മുടെ പള്ളിയിൽ ഒരു 25 അല്ലെങ്കിൽ 10 ഇന്നത് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 5 വാൾ ഫാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു തങ്ങൾ, ഒരു ഉസ്താദ് ഫണ്ട് കലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാ തരാൻ പറ്റിയ ആളുകൾ? 1000 രൂപ, 2000 രൂപ. അപ്പോൾ 2000 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൈപോക്കിയപ്പോൾ കർട്ടൻ്റെ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണുങ്ങൾ എത്തി നോക്കി, ഇതെൻ്റെ മാപ്പിളല്ലേ, ഇയാളല്ലേ ഇന്ന് വൈകുന്നേരം തക്കാളി വാങ്ങാൻ പറഞ്ഞൊരു പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കഷ്ടകാലമാണ്. അങ്ങനെ സംഭാവന ചെയ്യാനൊന്നും നമ്മളെ മതം പറഞ്ഞിട്ടില്ല. ഇല്ല. ഇതാണ് ഇസ്ലാം. ഇസ്ലാം വളരെ പച്ചയായ മതമാണ്.
അത് പഠിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും 18ഉം 19ഉം വയസ്സ് തികയാത്ത മക്കളെ പണിതീരാത്ത കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് പൊട്ടാസ് പൊട്ടിക്കുന്ന പ്രഭാഷണം നടത്തിയിട്ട് തിരിച്ചടിക്കണം, വെട്ടണം, കുത്തണം എന്നൊക്കെയുള്ള അജണ്ട നിർമ്മിച്ചു കൊടുക്കുന്നത് മതം പഠിക്കാത്തതുകൊണ്ടാണ്. മതത്തിൽ അങ്ങനെയൊന്നുമില്ല. മതം വളരെ വൃത്തിയുള്ള മതമാണ്. ആശയം വളരെ സുന്ദരമാണ്. ഈ ആശയത്തെ വികലമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് കാബീലിയത്ത് രൂപപ്പെടുക. മനുഷ്യോൽപത്തിയുടെ തുടക്കത്തിലെ കാബീലിയത്താവാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിന്നെ വെട്ടിയിരിക്കും, നിന്നെ കൊന്നിരിക്കും. ഖുർആൻ കാബീലിയത്താണ്, ഒരു കാബീലിസം പരിപാടിയാണ്. അപ്പൊ ഹാബീൽ എന്താ പറഞ്ഞത്? ആദനബിയുടെ മറ്റേ മോൻ എന്താ പറഞ്ഞത്? ലഇൻ ബസത്, നിന്റെ കൈ എന്നെ കൊല്ലാൻ വേണ്ടി നീട്ടുകയാണെങ്കിൽ ഞാനൊന്നും തിരിച്ചു ചെയ്യാന്ന് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാബിലിസം ഗ്രൂപ്പ് എന്താ കമന്റ് ഇടുക എന്നറിയാം? ഭീരുത്വം, പേടിത്തൊണ്ടൻ എന്നൊക്കെ വിളിക്കും. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, നമ്മൾ ആരെയും പ്രയാസപ്പെടുത്തരുത്, നമ്മൾ ആരെയും വേദനിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ലേ? ഒരാളെയും തുറിച്ചു നോക്കൂല. തങ്ങൾ ഒരാളെയും തുറിച്ചു നോക്കൂല, ഒരാളെയും കൂക്കി വിളിക്കൂല. ആരെങ്കിലും തങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ തങ്ങൾ എന്നെ അടുത്ത് പോയിട്ട് അവരെ തട്ടിയിട്ട് വിളിക്കും. അല്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് പറയും, അബ്ദുള്ളനെ ഞാനൊന്ന് വിളിക്കുന്നു പറയുമോനെ. കൂക്കി വിളിയില്ല. അപ്പൊ ഇവിടെ എങ്ങാനും ഉറൂസിന്റെ അന്നദാനത്തിന് ചീരണി വിതരണം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടെന്നറിയാം? മെല്ല. അല്ലാതെ എന്തല്ല ഇതല്ല മതം, പിടിക്കുകയും മതം അല്ല. നമുക്ക് നമ്മളൊരു സോഫ്റ്റ് കോർണറിലേക്ക് നമ്മുടെ ഇസ്ലാം ജീവിച്ച് കാണിച്ചു കൊടുക്കും. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങൾ നബിയേക്കാൾ ശബ്ദം ഉയർത്തരുത് എന്നൊരു ആയത്തുണ്ട്. എവിടെ? സൂറത്തുൽ ഹുജറാത്തിൽ. അത് ഏത് സ്ഥലത്തുള്ള നിയമമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ മാത്രമുള്ള നിയമമാണോ? അല്ലെന്ന് അൽ ഇഖ്ലീൽ ഫി ഇസ്തിംബാത്തി തൻസീലിൽ സുയൂത്തി ഇമാം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അത് റൗള ഷരീഫിന്റെ അടുത്തൊന്നും ആ നിയമം ബാധകമാണ്. തീർന്നോ? നിയമം തീർന്നോ? ഇല്ല. ഹദീസിന്റെ ക്ലാസ്സിലും ഷമാഇലിന്റെ ദർസിലും വഅളിന്റെ മജ്ലിസിലും ശബ്ദങ്ങൾ എപ്പോഴും സോഫ്റ്റ് കോർണറിലായിരിക്കണം. അങ്ങനെയാ വേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഒരു മുസ്ലിം ജീവിതം സാധ്യമാക്കേണ്ടത്. നമ്മളെ നാട്ടിലെങ്ങനെ നബിതങ്ങൾ ആരെയും തുറച്ചു നോക്കാറില്ല എന്ന് നമ്മൾ പഠിച്ചു. നമ്മളെ നാട്ടിലെങ്ങനെ ഒരാളെങ്ങാനും മസ്ബൂക്കായാൽ നമ്മളെ നാട്ടിൽ എങ്ങനെ അയാളെ നോക്കല്? ഒരൊന്നൊന്നര നോട്ടം. അയാൾക്ക് തന്നെ തോന്നുന്നു എൻ്റെ ഔറത്ത് ഞാൻ ശരിക്കും മറച്ചിട്ടില്ലേ റബ്ബേ. ഇതെന്താ എല്ലാവരും പാടെ നോക്കണത്? വയലിൻ്റെ സദസ്സിലോ മൗലിദിൻ്റെ മജ്ലിസിലോ ഇടയിലാരും കയറി വന്നാൽ നമ്മൾ ഇന്റേണൽ ഡിസ്കഷൻ. ചില ആൾക്കാരുടെ നോട്ടം കണ്ടാൽ ആ നോട്ടത്തിൻ്റെ കടുപ്പം കൊണ്ട് 2 കിഡ്നിയും ഫെയിലായി പോകും. അമ്മാതിരി നോട്ടം നോക്കല്. ഇതൊന്നും നമ്മൾക്ക് ഉണ്ടാവേണ്ട സ്വഭാവം അല്ല. നമ്മളൊരു നല്ല കൾച്ചറിലേക്ക് വരണം. ഞാൻ വിഷയത്തിൻ്റെ കാമ്പിലേക്ക് തിരിച്ചു പോരുന്നു. ബുഖാരി ഇമാം കാന ഖലീലുൽ കലാം, സംസാരം വളരെ കുറവാണ്. ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കും. അനാവശ്യങ്ങളില്ല. വായിൽ നിന്ന് വീഴുന്ന അക്ഷരങ്ങൾ മുഴുവനും വിജ്ഞാനത്തിൻ്റെ രേണുക്കളായിരിക്കും, അറിവിൻ്റെ ഗോപുരങ്ങളായിരിക്കും, ചിന്തനീയമായ പദങ്ങളായിരിക്കും, അർത്ഥഗർഭമുള്ള ആശയങ്ങളായിരിക്കും. അനാവശ്യങ്ങളില്ല. കാന ഖലീലുൽ കലാം, കാന ഖലീലുൽ കലാം, സംസാരമൊക്കെ വളരെ കുറവ്. മഹാനായ മൻസൂർ ബിനുൽ മുഅ്തമിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് വായിക്കാം. ലം യതകല്ലം ബികലിമത്തിൻ ബഅദ ഇശാഇൽ ആഖിരീൻ 40 സന. മഹാൻ 40 കൊല്ലം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ടില്ല. ദുന്യവിയായ ഒരു സംസാരവും സംസാരിച്ചിട്ടില്ല. ഇശാ നിസ്കാരം കഴിയലോടുകൂടി മൻസൂർ ബിനുൽ മുഅ്തമിർ തങ്ങൾ പിന്നെ മിണ്ടില്ല. ശരിക്കും ഇശാ നിസ്കാരത്തിന് ശേഷം സംസാരം കറാത്ത. നമ്മുടെ ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പിൽ എത്ര? 2:36 12:35. പുതിയ തലമുറ മുഴുവനും സജീവമാവുന്നത് എപ്പോൾ? രാത്രികാലങ്ങളിലാണ്. ഈ ഉമ്മത്തിന്റെ അടുത്തൊരു നാശം സംഭവിക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ടായിരിക്കും. രാത്രികാലങ്ങളിൽ നമ്മൾ സമയം കളയുകയാണ്, ഓൺലൈനിലും ഓഫ്ലൈനിലും. കഴിഞ്ഞ റമദാനിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, വൈബ് ഇഫ്താറുകളല്ലേ?
ഇബാദത്തിനെ മുഴുവനും തെറ്റുകുറ്റങ്ങളിലേക്ക് വലിച്ചിട്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം വൃത്തികേടുകൾ ഓരോ ഇടങ്ങളിൽ നിന്ന് ഇൻസ്റ്റഗ്രാം വഴി നമ്മൾ പഠിക്കോ അത് മുഴുവനും നമ്മുടെ കുടുംബത്തിലേക്ക് പുലുകിക്കൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറല്ലേ നമ്മളെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇശാ നിസ്കാരത്തോടെ സംസാരം കറാഹത്താവാനുള്ള കാരണം എന്താ? ഇശാ നിസ്കാരം കഴിയലോടുകൂടി ആ ദിവസം സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹ് പുറത്തുതരും. ഇനി നീ സംസാരിച്ചിട്ട് ഓൺലൈനിൽ ഓഫ്ലൈനിൽ സജീവമായിട്ട് പുതിയ തെറ്റ് തുടങ്ങണ്ട മോനെ എന്നതുകൊണ്ടാണ് ആ നിയമം വന്നതെന്ന് ഉമറുൽ ബുൽഖീനി തങ്ങളുടെ തദ്കിറയിൽ കാണാം. മൻസൂർ ഇബ്നുൽ മുഅ്തമിർ തങ്ങൾ 40 കൊല്ലം ഇശാഇന് ശേഷം സംസാരിച്ചിട്ടില്ലത്രേ.